വേർഡ് പ്രസ്സിൽ പല ടൈപ്പ് ഓഫ് പ്ലഗിൻസ് ഉണ്ട്, അതെ, തീംസ് ഉണ്ട്. വേർഡ് പ്രസ് വെച്ച് ലിറ്ററലി നമുക്ക് എന്ത് വെബ്സൈറ്റും ഉണ്ടാക്കാം എന്ന് പറയാം. ഇതാണ് നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിന്റെ പവർ. ഇപ്പൊ വേർഡ് പ്രസ് വെച്ചിട്ട് ഷാനൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാം, കോർപ്പറേറ്റ് വെബ്സൈറ്റ് ഉണ്ടാക്കാം, അതെ, വേർഡ് പ്രസ് വെച്ചിട്ട് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കാം, ഒരു മെമ്പർഷിപ്പ് ഉണ്ടാക്കാം. ഞാൻ ആക്ച്വലി ഫേസ്ബുക്ക് പോലെ സോഷ്യൽ നെറ്റ്വർക്ക് ഉണ്ടാക്കാം ബഡ്ഡി പ്രസ് ഉപയോഗിച്ചിട്ട്. ഒരു പോസ്റ്റ് സിസ്റ്റം ഉണ്ടാക്കാം, ഒരു വേർഡ് പ്രസ് എവറിത്തിങ് പോസിബിൾ ആയിട്ടുള്ളൊരു ഇതാണ്. വേർഡ് പ്രസ് അവിടുന്നാണ് ആ പ്ലാറ്റ്ഫോമിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. കാരണം വേർഡ് പ്രസ്സിൽ ഇഫ് യു തിങ്ക് അബൌട്ട് വേർഡ് പ്രസിന്റെ സോഴ്സ് കോഡോ കോർ ഫയൽസോ എഡിറ്റ് ചെയ്യാതെയാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ സിസ്റ്റംസും ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലഗിൻസ് വെച്ചിട്ട്. ഓക്കെ, വേർഡ് പ്രസ് വെച്ചിട്ട് അതിന്റെ മേലെ നമുക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടിട്ട് വേർഡ് പ്രസിന്റെ കോർ കോഡ് നമ്മൾ ടച്ച് ചെയ്താൽ. ഓക്കെ, അപ്പോൾ 1000+ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. WooCommerce നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ എപ്പോഴാണ് ആ ഷോപ്പിഫൈയിലേക്കുള്ള മൈഗ്രേഷൻ? ഷോപ്പിഫൈയിലേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് തുടങ്ങിയത് മെയിൻലി നമ്മുടെ WooCommerceലെ ബിസിനസ്സിലെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത് എല്ലാ ബിസിനസ്സുകാരും വളരെ ചെറിയ ആൾക്കാരായിരുന്നു. ആൻഡ് ടു സ്മോൾ ആകുമ്പം മൊബൈൽ ആപ്പ് ഡസൻ മേക്സ് മോർ സെൻസ്. റീസൺ ബീയിങ്, കാരണം ഇവർ വെബ്സൈറ്റിൽ തന്നെ അല്ലെങ്കിൽ ഒരു കച്ചവടം തുടങ്ങുകയാണ്. കച്ചവടം തുടങ്ങുമ്പോൾ ബ്രാൻഡ് ഉണ്ടാക്കണം. വെബ്സൈറ്റിലുള്ള കച്ചവടം വന്ന് തുടങ്ങിയിട്ടാണ് മൊബൈൽ ആപ്പ് ചിന്തിക്കുന്നത് റിയൽ വാല്യൂ ഉണ്ടാവുള്ളൂ. അൺലെസ് യു ആർ ഡൂയിങ് കാറ്റഗറി ആണെങ്കിൽ വെല്ലാണ് ഡെഫിനറ്റ്ലി. പക്ഷേ let's say if you're building some hyper local things, mobile app make more sense to start with. Correct. നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് മൊബൈൽ ആപ്പ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മൊബൈൽ ആപ്പ് സെൻസ് ആണ്. കറക്റ്റ്. പക്ഷെ മോസ്റ്റ് ബിസിനസ്സിനും വെബ്സൈറ്റിൽ എൻ്റെ ഒരു ബെഞ്ച് മാർക്കിന് ഒരു 50 lakhs to 1 crore മന്ത്ലി റവന്യൂ ഉള്ള ബിസിനസ്സിനാണ് റിയൽ മൊബൈൽ ആപ്പിൽ വാല്യൂ വരാൻ പോകുന്നത്. ഓക്കെ, റിയൽ അത്രയെങ്കിലും റവന്യൂ. അപ്പം ഒരു ROI കണ്ടു തുടങ്ങാം. അതിന്റെ താഴെയുള്ള ആൾക്കാർക്കും ഡെഫിനറ്റ്ലി വാല്യൂ ഉണ്ടാവും. ഒരു സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് അവിടെ യൂസ് ചെയ്ത് തുടങ്ങും. പക്ഷെ റിയൽ ബിസിനസ് ഇമ്പാക്റ്റും സ്കെയിൽ ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് 50 lakhs to 1 crore മന്ത്ലി റവന്യൂ ഉള്ളൊരു ബ്രാൻഡാണ്. ഓക്കെ, അപ്പം അഗെയിൻ WooCommerceലൊക്കെ ചെറിയ പ്ലേയേഴ്സ് ആയിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇത് നമ്മളെ ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈൽ നിങ്ങൾ ഏകദേശം മനസ്സിലാക്കി. ഇത്രയും റവന്യൂ വേണം എന്നാലേ ദാറ്റ് മേക്സ് സെൻസ് ഫോർ ദം ടു ബിൽഡ് ആൻ ആപ്പ്. അപ്പം ഷോപ്പിഫൈയിലേക്ക് എങ്ങനെ ഷോപ്പിഫൈയിലേക്ക് എത്തി? വൈ ഷോപ്പിഫൈ? അല്ല, ഇപ്പൊ നമുക്ക് ഡേ വൺ തൊട്ട് തന്നെ ആപ്പ് മേക്കർ ആസ് എ പ്ലാറ്റ്ഫോം ഒരിക്കലും WooCommerceോ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കമ്പൈൻ ചെയ്യണമെന്നായിരുന്നില്ല നമ്മുടെ പ്ലാൻ. നമ്മളെപ്പോഴും മൾട്ടിപ്പിൾ കാറ്റഗറിയിൽ പോകണം എന്നായിരുന്നു. നമ്മൾ തുടങ്ങിയിരുന്നത് WooCommerce ആണ്. അത് നമുക്ക് മനസ്സിലായി നെക്സ്റ്റ് പ്ലാറ്റ്ഫോം നോക്കി തുടങ്ങാൻ സമയമായി. അപ്പോഴാണ് നമ്മൾ ഷോപ്പിഫൈയിൽ ആപ്പ് ലോഞ്ച് ചെയ്ത് സാധനങ്ങൾ ചെയ്തു തുടങ്ങിയത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സാധനം നോക്കി തുടങ്ങിയപ്പോൾ നമുക്ക് ഷോപ്പിഫൈ ആണ്. നമുക്ക് റിക്വയർമെന്റ്സ് ഉണ്ട്. കുറച്ച് കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു, സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് വലിയ പ്ലേയേഴ്സ് ഷോപ്പിഫൈയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ നമുക്കൊരു ഗുഡ് സിഗ്നൽ ആയിരുന്നു. ഇറ്റ്സ് ആൾസോ ഗ്രോയിങ് എന്നുള്ള സാധനം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഷോപ്പിഫൈ ലോഞ്ച് ചെയ്തു. നിങ്ങൾ പെട്ടെന്ന് തന്നെ റിയലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഷോപ്പിഫൈ പ്ലസ് കസ്റ്റമേഴ്സിനെയാണ് കാര്യമായിട്ട് നോക്കേണ്ടതെന്നുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? നിങ്ങൾ ഷോപ്പിഫൈ പ്ലസിനെയാണോ ഫോക്കസ് ചെയ്യുന്നത്? ഇപ്പൊ ഷോപ്പിഫൈ പ്ലസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ബെഞ്ച് മാർക്കാണ് 50 lakhs to 1 crore റവന്യൂ ഉള്ള ആൾക്കാരാണ് നമ്മുടെ ഒരു ഐഡിയൽ. അപ്പൊ അവർക്ക് ഓട്ടോമാറ്റിക്കലി ഷോപ്പിഫൈ പ്ലസ് മോസ്റ്റ്ലി അവരായിരിക്കും. കാരണം ഇവർക്കാണ് റിയൽ വാല്യൂ മൊബൈൽ ആപ്പ് കിട്ടുക. അപ്പൊ നിങ്ങള് അതിന്മേൽ തന്നെ ഫോക്കസ് ചെയ്തു? നമ്മൾ അതിന്മേൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന ബ്രാൻഡിൽ ഇപ്പം റെയർ റാബിറ്റ് നമ്മുടെ കസ്റ്റമർ ആണ്. വൈസ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. US പോളോ വർക്ക് ചെയ്യുന്നുണ്ട്. അടിപൊളി. ഇപ്പൊ ബോംബെ ഷർട്ട് കമ്പനി എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ബോംബെ ഷർട്ടിനാണ് ഇപ്പൊ എന്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ഷർട്ട് ബ്രാൻഡാണ്. ഇപ്പോ പിന്നെ എനിക്കൊന്നൂടെ കുറച്ച് നിങ്ങൾക്ക് വരുമ്പോ ഇങ്ങനത്തെ ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവരാലോ? അല്ല, ഇതൊക്കെ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നതാണ്. പക്ഷെ റിയലി ഗുഡ് ബ്രാൻഡ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നതും ഇറ്റ് ഈസ് അമേസിങ്. ഇവരൊക്കെ വളരെ സ്കെയിലിൽ ഓടിക്കുന്ന ബ്രാൻഡുകളാണ്. അപ്പം വർക്കിംഗ് വിത്ത് ദീസ് ഫോക്സ് എൻറ്റയർലി ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളെ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ചോദിക്കാം, നമ്മളെ കമ്മ്യൂണിറ്റീന് അഫ്സൽ ചോദിച്ചു. നമുക്കൊരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ അത് അഫ്സൽ ചോദിച്ചിരുന്നു 70,000 അതായത് $1,000 ആണല്ലോ പെർ മന്ത് നിങ്ങൾ ചാർജ് ചെയ്യുന്നത്.
അതൊക്കെ ഭയങ്കര കൂടുതലല്ലേ? സോ ഹൗ ഡു യു ജസ്റ്റിഫൈ ദാറ്റ്? അത് എനിക്ക് തോന്നുന്നു ഓൾറെഡി നമ്മൾ ജസ്റ്റിഫൈഡ് ആണ്. മേ ബി യു ക്യാൻ ടെൽ എ ബിറ്റ് മോർ. ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കുക, ബിൽഡ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. കുറെ കാര്യങ്ങൾ ടേക്കിംഗ് ചെയ്യാറുണ്ടായില്ല.